കെ-ഡിസ്ക് സംവിധാനം പൊളിച്ചെഴുതാൻ UDF. ഇതിന്റെ ഭാഗമായി കെ-ഡിസ്ക് പ്രവർത്തനങ്ങളിൽ നിന്ന് കുടുംബശ്രീയെ പൂർണ്ണമായും ഒഴിവാക്കി സർക്കാർ ഉത്തരവിറക്കി. എന്നാൽ ഈ മാറ്റം സംസ്ഥാനത്ത് വൻ തർക്കങ്ങൾക്കാണ് വഴിവെച്ചത്. കെ-ഡിസ്കിൽ നിന്ന് കുടുംബശ്രീ പുറത്താകുന്നതോടെ കുടുംബശ്രീ കമ്മ്യൂണിറ്റി അംബാസഡർമാർക്കും ജില്ലാതല പ്രോഗ്രാം മാനേജർമാർക്കും ജോലി നഷ്ടപ്പെടും. കെ-ഡിസ്ക് സംവിധാനം ഇടതുഭരണകാലത്തെ അഭിമാന പദ്ധതിയായിരുന്നു കെ-ഡിസ്ക്. എന്നാൽ അതിൽ വലിയ തിരുത്തൽ വരുത്തിയിരിക്കുകയാണ് UDF സർക്കാർ. കെ-ഡിസ്ക് പ്രവർത്തനങ്ങളിൽ നിന്ന് കുടുംബശ്രീയെ പൂർണ്ണമായും ഒഴിവാക്കി. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവുമിറക്കി. ക്രൂരമായ നടപടിയെന്നും കുടുംബശ്രീയിൽ വലിയ ചർച്ചയ്ക്ക് ഇത് വഴിവെച്ചുവെന്നും പ്രതിപക്ഷ നേതാവും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. എന്തായാലും വലിയ തരത്തിലുള്ള മാറ്റം തന്നെയാണ് കെ-ഡിസ്കിൽ കേരള സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. യുവാക്കൾക്കും തൊഴിലന്വേഷകർക്കും ഇടയിലെ ഫലപ്രദമായ ഇടപെടലാണ് ഇടത് സർക്കാർ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ അഥവാ കെ-ഡിസ്ക് കൊണ്ട് ലക്ഷ്യമിട്ടത്. ഫീൽഡ് സർവേ മുതൽ നൈപുണ്യ വികസനവും തൊഴിൽ പരിശീലനവും തുടങ്ങി തൊഴിലന്വേഷണത്തിന് വരെ കുടുംബശ്രീക്കായിരുന്നു ചുമതലയുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിറ്റി അംബാസഡർമാരും അവരുടെ പ്രവർത്തനം ഏകോപിച്ചിരുന്ന ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരും ഓഗസ്റ്റ് 31-നകം സേവനം അവസാനിപ്പിക്കണമെന്നാണ് ഇപ്പോൾ പുതിയ ഉത്തരവിലൂടെ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഈ മാറ്റത്തിലൂടെ വീടുതോറും കയറിയിറങ്ങി സർവേയും തൊഴിൽ പരിശീലനവും ജോലി സാധ്യത കണ്ടെത്തലുകളൊക്കെയായി കുടുംബശ്രീ നടത്തിവന്ന പ്രവർത്തനങ്ങളാണ് ഇല്ലാതാകുന്നത്. നിലവിൽ VD സതീശനാണ് ഈ സംവിധാനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം. കെ-ഡിസ്കിന്റെ പ്രവർത്തനം താളം തെറ്റും എന്ന് മാത്രമല്ല, 4000 രൂപ മാത്രം ഓണറേറിയം കൈപ്പറ്റി നടത്തിവന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതിയും കുടുംബശ്രീ ഇതിലൂടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് കെ-ഡിസ്കിൽ നിന്ന് കുടുംബശ്രീ പുറത്താകുന്നതോടെ പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ കമ്മ്യൂണിറ്റി അംബാസഡർമാർക്കും ജില്ലാതല പ്രോഗ്രാം മാനേജർമാർക്കും ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഫീൽഡ് തലത്തിലേക്കുള്ള നേരിട്ടുള്ള പ്രചാരണത്തെക്കാൾ ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നേരിട്ട് തൊഴിലന്വേഷകരിലേക്ക് എത്താനാണ് കെ-ഡിസ്ക് ഇനി മുൻഗണന നൽകുക. ഡിജിറ്റൽ സാക്ഷരത കുറഞ്ഞ ഗ്രാമീണ മേഖലകളിൽ പുതിയ മാറ്റം തൊഴിൽ രജിസ്ട്രേഷനെ എപ്രകാരം ബാധിക്കുമെന്നും ഇനി കണ്ടറിയേണ്ടതാണ്. ധനമന്ത്രി KN ബാലഗോപാലും VD സതീശൻ സർക്കാരിന്റെ പുതിയ നീക്കത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സർക്കാരിന്റെ നീക്കം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള ശ്രദ്ധ നേടിയ കുടുംബശ്രീയെ കെ-ഡിസ്കിൽ നിന്ന് അകറ്റിയതോടെ ഈ പദ്ധതി തന്നെ ഉപേക്ഷിക്കാനുള്ള നീക്കത്തിലാണോ പുതിയ സംസ്ഥാന സർക്കാർ എന്ന ആശങ്കയും ശക്തമാകുന്നുണ്ട്. കെ-ഡിസ്കിന്റെ പ്രവർത്തനങ്ങളും കുടുംബശ്രീയെ ഒഴിവാക്കിയതിന് പിന്നിലെ സാമ്പത്തിക സൗകര്യപരമായ കാരണങ്ങളും സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. 2018-ലാണ് LDF സർക്കാർ കെ-ഡിസ്ക് രൂപീകരിച്ചത്. പദ്ധതിയുടെ പ്രവർത്തനം പുനഃപരിശോധിക്കാനും ചെലവുകൾ പുനഃക്രമീകരിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ പുതിയ നടപടിയെന്നും സർക്കാർ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.